ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വിചിത്ര സിൽക്കിലെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ബർഗണ്ടി ഷീറ്റിലേക്കാണ് വരുന്നത്. വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എന്താ പറയുക, ആന്റി ഗോൾഡൻ ജെറിയിൽ വരുന്ന ഒരു വർക്കാണ്. ഇതിനകത്തേക്ക് ജെറി വർക്കാണ്. ഇതിങ്ങനെ തിക്കായിട്ടും ഭംഗിയായിട്ടും നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന ഒരു ജെറി വർക്കാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടോപ്പിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ സ്റ്റോൺ വർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് പോയേക്കുവാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പ് നമുക്ക് 2.5 മീറ്റർ ടോപ്പ് വരുന്നുണ്ട്. ഷോള് വരുന്നതും സെയിം വിചിത്ര സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ബോർഡർ ഉണ്ട് കേട്ടോ. ഒരു സൈഡ് കുറച്ചുകൂടെ ഹെവിയാണ്, ഒരു ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് സിമ്പിൾ ആയിട്ടും ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ഷോളിന്റെയും ബോഡിയിലേക്ക് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ ആ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. 2.5 മീറ്റർ ഷോളിന് ലെങ്ത് വരുന്നുണ്ട്. ഷോൾ ആണെങ്കിലും നല്ല വൺ സൈഡ് ഇട്ടാലും എങ്ങനെയൊക്കെ ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ സാൻഡൂൺ ഫാബ്രിക് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1290 ആണ്. നമുക്ക് ഇതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഞാവൽപ്പണത്തിന്റെ ആ ഒരു കളറൊക്കെ ഇല്ലേ, അതാണ് വരുന്നത്. ഉണ്ടോ, നല്ല ഹെവിയാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. വിചിത്ര സിൽക്ക് അവിടെ നമുക്ക് എന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്തോളൂ. ഷോൾ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഷോൾ വരുന്നത്. ഷോളിന്റെ ബോഡിയിലേക്കും ടോപ്പിലേക്കും ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ സ്റ്റോൺ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരും അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നത്. ഇതുണ്ട്, ബോഡിയിൽ നിറയെ ഇതുപോലെ ആ ഒരു സ്റ്റോൺ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ കേട്ടോ. അപ്പോൾ എല്ലായിടെങ്കിലും ബ്ലാക്ക് ബോട്ടം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ എടുത്തിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്താലും മതിയാവും. ഷോള് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇങ്ങനെ വരും. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ. പിക്കോ ഗ്രീൻ്റെ കളർ കൃത്യമായിട്ടും വീഡിയോയിൽ കിട്ടില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ബട്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിലേക്ക് രണ്ട് സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തട്ടമായിട്ടൊക്കെ ഇടുന്നവർക്കാണെങ്കിലും നല്ല രസമായിരിക്കും ഇട്ട് കഴിയുമ്പോൾ. രണ്ട് സൈഡിലേക്കും ബോർഡേഴ്സ് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. ഡാർക്ക് ഗ്രീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും. അത്രയും കരിമ്പച്ച എന്നൊരു കളർ നമ്മൾ പറയില്ല, ആ ഒരു ഷെയ്ഡാണ്. ബ്ലാക്കിനോട് അടുത്ത് വരുന്ന ഗ്രീൻ ഷെയ്ഡ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിലേക്ക്. ഷോള് വരുന്നത് ഇങ്ങനെ നല്ല ഹെവി ഫീൽ തരുന്ന ഷോൾ തന്നെയാണ് കേട്ടോ. ഇതുപോലെ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് തന്നെയാണ്. ഇതിനകത്ത് ഇത് കണ്ടോ, നേരത്തെ കണ്ട ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം. നമ്മൾ തൊട്ട് മുമ്പ് കളറിൻ്റെ തൊട്ട് ചെറിയൊരു പാറ്റേൺ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത്. ഇങ്ങനെ ബോട്ടം ഇതുപോലെ. വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാം, ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണല്ലോ. ഇതിന്റെ രണ്ട് സൈഡിലേക്കും സെയിം ബോർഡർ തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, രണ്ട് സൈഡിലേക്കും സെയിം ബോർഡർ തന്നെ വരുന്നു. വിത്ത് സ്കാലപ്പോട് കൂടിയിട്ട് ബോഡിയിലേക്ക് ഇതുപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് മെറൂൺ കോഫി ബ്രൗണിലേക്ക് പോകുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി ഷെയ്ഡുകളാണ് എല്ലാം, ഒന്നും പറയാൻ പറ്റത്തില്ല, അത്രയും നല്ല ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ശരിക്കും ഭംഗി വരാം. ഇതുപോലെയാണ് ബോട്ടം വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ. ഇതാണ് കേട്ടോ ഷോള് വരുന്നത്. രണ്ട് സൈഡിലേക്കും ബോർഡർ, സ്റ്റോൺ വർക്ക് മിഡിൽ പോർഷനിലേക്ക് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക്. എങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ടോപ്പിൻ്റെയും ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സ്റ്റോൺ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും സെയിം ടോൺ സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഇതുപോലെ. ഷോള് വരുന്നത് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഷോള്.
സ്റ്റോൺ വർക്കും സൈഡ്സിലേക്ക് 2 ബോർഡറും അതുപോലെ വിത്ത് സ്കാലപ്പോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്, 1290 ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മൾ സൺഡേ ഓപ്പൺ ആണ് ഷോപ്പ്. ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.